ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് അതിലാണ് കാര്യം. അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏജൻസി ബേസ്ഡ് ആണോ എന്നുള്ളത്. ഏജൻസി ബേസ്ഡ് എന്നുള്ള വേർഡ് ചിലപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഏജൻസി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഏജൻസി കൂടി, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു ഏജൻസി കൂടി ഉണ്ടാവണം. ഏജൻസി എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അവിടുത്തെ ലൈവായിട്ടുള്ള പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്യാനും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും നിങ്ങളുടെ ട്രെയിനേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് പറ്റും. അതാണ് ഏജൻസി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റിന് വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ് വർക്കാവും, അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും വരുന്നത്, അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനിയിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ കൾച്ചറും അതിൽ വർക്ക് ചെയ്യുന്ന രീതി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പോൾ അത് മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ലൈവ് പ്രൊജക്ട്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അതായത് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും, ലൈവ് പ്രൊജക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ ലൈവ് പ്രൊജക്ട്സുകൾ ചെയ്താലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഓരോ ക്ലയൻറ്റിനെയും അപ്രോച്ച് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനേഴ്സിൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങളെ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ട്രെയിനിങ്ങിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിലല്ല, അതിലുപരി അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം ക്ലയൻറ്റുകളായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ട്രെയിനിങ്ങിൽ മാത്രമുള്ള എക്സ്പീരിയൻസ് അല്ല കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഓർക്കണം. ഇനി നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആണ് ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, ഒരിക്കലും നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സുകളിലേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം റെക്കോർഡഡ് ക്ലാസ് കിട്ടിക്കഴിയുമ്പോഴത്തേനും പിന്നെ എന്താ പറയുക, നിങ്ങൾ വെറുതെ ഒരു പൈസയൊക്കെ മുടക്കി പഠിക്കുന്നതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ അത് ഉഴപ്പാനായിരിക്കും ഒരു മെജോറിറ്റി ആൾക്കാർ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സസ് കിട്ടുമ്പോൾ വന്നാൽ പിന്നെ കേൾക്കാം എന്നുള്ളൊരു ഫീലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ലൈവ് ക്ലാസ്സുകൾ തരുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരായിട്ടൊരു ഇൻട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളെപ്പറ്റി ഡൗട്ട്സുകൾ വരും, അതൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിതിൽ ഏറ്റവും അധികം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്ട്രാ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ എക്സ്ട്രാസിൽ മേ ബി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുറേ കാര്യങ്ങളും കൂടെ വരാം. മെയിനായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ്സ് അവർ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ഫണ്ടമെൻറ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ വർക്ക്ഷോപ്പുകളാണ് അവർ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്, അതൊരു പോയിൻ്റാണ്. പിന്നെ ഉള്ളത് ഗ്രാഫിക് ഡിസൈൻ നിങ്ങൾ ഈ കോഴ്സിനകത്ത് ഉള്ളിൽ പഠിക്കുന്നുണ്ടോ, അതൊരു പോയിൻ്റായിട്ട് വരും. പിന്നെ UX പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അവർ തരുന്നുണ്ടോ, വെബ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ CV പ്രിപ്പറേഷനും നിങ്ങളുടെ മോക്കപ്പ് ഇൻ്റർവ്യൂസും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് താഴെ നമ്പർ കൊടുക്കാം, അതിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാൻ പറ്റും. നിങ്ങളുടെ കോഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാം. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനവിടെ പഴയ നമ്മളെ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് അത് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.